ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാः ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർव्यशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु। ओम शांति शांति शांति। അവിടെ വേദങ്ങളിലൂടെ ഋഷിമാർ ദർശിച്ച് പ്രകടമാക്കിയ അഗ്നിക്രിയകൾ നിങ്ങൾ നിശ്ചയമായും ചെയ്യൂ. സത്യകാമന്മാരായ നിങ്ങൾക്കിതാണ് സുകൃതത്തിൻ്റെ ലോകത്തിൽ മാർഗം എന്ന് പറഞ്ഞു. അപ്പോൾ കർത്തവ്യമാണത്, കർത്തവ്യമായിട്ട് ഉള്ള ഉപദേശമാണ്. അപ്പോൾ നിത്യ നൈമിത്തികാദി കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ലോകത്തിൽ ജീവിക്കാൻ. രണ്ട് വഴികളാണ് വേദോക്തം: പ്രവൃത്തിയും നിവൃത്തിയും. വർണ്ണാശ്രമധർമ്മങ്ങൾക്കനുസൃതമായി, അതായത് അവനവൻ്റെ ഗുണഘടനയ്ക്കനുസരിച്ചും അവസ്ഥയ്ക്കനുസരിച്ചും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നതാണ് പ്രവൃത്തി മാർഗം. അവ മുഴുവൻ അപ്രസക്തമായി കൊഴിഞ്ഞുപോയി ആത്മാനുസന്ധാനം മാത്രം ആ സന്യാസമാർഗം. മൂന്നാമതൊരു മാർഗം ഋഷിമാർ പറഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പം അതിൽ കർമ്മങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് വരെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അങ്ങനെ താന്യാചരഥ, അവയെ നിങ്ങൾ ആചരിച്ചാലും നിയതമായിട്ട്. ഏഷവ പന്ഥ സുകൃതസ്യ ലോകേ, സാന്ദർഭികമായി എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ സൂചന പറഞ്ഞു. യഥാ ലേലായ ദേഹ്യർച്ചി സമിധേഹ വ്യവാഹന എന്നുള്ള മന്ത്രം. വീണ്ടും ഈ കർമ്മവിഷയത്തിൽ അഭിപ്രായം പറയുകയാണ്. യസ്യാഗ്നിഹോത്രമദർശമപൗർണമാസമചാതുർമാസ്യം അനാഗ്രയണമതിഥിവർജിതം ച അഹുതമവൈശ്വദേവ വിധിനാഹുതം ആ സപ്തമാംസ്തസ്യ ലോകാൻ ഹിനസ്തി. യസ്യാഗ്നിഹോത്രമദർശമപൗർണമാസം അചാതുർമാസ്യമനാഗ്രയണമതിഥിവർജിതം ച അഹുതമവൈശ്വദേവമവിധിനാഹുതം ആ സപ്തമാംസ്തസ്യ ലോകാൻ ഹിനസ്തി. യസ്യ, യാതൊരാളുടെ, അഗ്നിഹോത്രം, അഗ്നിഹോത്രം. അപ്പോൾ കഴിഞ്ഞ മന്ത്രങ്ങളിൽ നിശ്ചയമായും വിഹിതങ്ങളായ കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വിഹിത കർമ്മങ്ങളിൽ വൈദികങ്ങളായ കർമ്മങ്ങൾ എല്ലാം തന്നെ അഗ്നിയോടൊത്തതാണ്. അഗ്നിയിൽ
ഹോമിക്കുക എന്നുള്ളത് ഒരു ഘടകമാണ്. അങ്ങനെ വിഹിത കർമ്മം ഒരാൾ ചെയ്യുന്നുണ്ട്, ചെയ്യാതിരിക്കുന്നില്ല. വളരെ കർത്തവ്യമാണ് എന്ന ബോധത്തോടു കൂടി ചെയ്യുന്നുണ്ട്. എപ്പോൾ? ദിവസവും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ അദർശം അപൗർണമാസം, ദർശങ്ങളെയും പൗർണമാസങ്ങളെയും ചെയ്യുന്നില്ലെങ്കിൽ, അപ്പം അഗ്നിഹോത്രം അനുഷ്ഠിച്ച് ജീവിക്കുന്ന കർമ്മി അമാവാസി നാളിൽ ചെയ്യേണ്ടുന്നതാണ് ദർശം. കറുത്ത വാവിന് ചെയ്യേണ്ടത് ദർശം, വെളുത്ത വാവിന് ചെയ്യേണ്ടത് പൗർണമാസം. അപ്പം നിത്യാഗ്നിഹോത്രം ചെയ്യണം എന്ന് പറഞ്ഞു. ചെയ്താൽ നല്ലത്, ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം. പക്ഷേ ഒരാൾ നിത്യാഗ്നിഹോത്രം ചെയ്യുന്നു, ചിട്ടയിൽ ചെയ്യുന്നു, ഒരു കുറവും വരുത്തുന്നില്ല, മന്ത്രങ്ങൾക്ക് തെറ്റില്ല, ദ്രവ്യങ്ങൾക്ക് ലുബ്ധില്ല, ആവാഹനാദികളെല്ലാം വേണ്ടതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ കറുത്ത വാവിന് ചെയ്യേണ്ടതും വെളുത്ത വാവിന് ചെയ്യേണ്ടതുമായ യജ്ഞങ്ങളെ ചെയ്യുന്നില്ലെങ്കിൽ, ആ ചാതുർമാസ്യ യജ്ഞങ്ങളെ ചെയ്യുന്നില്ലെങ്കിൽ ആഷാഢ പൂർണിമയ്ക്ക് തൊട്ട് മുമ്പുള്ള ഏകാദശി മുതൽ 4 മാസക്കാലമാണ് ചാതുർമാസ്യത്തിൻ്റെ കണക്ക്. അതിപ്പോൾ പറഞ്ഞ് 4 മാസം എന്നുള്ളത് 2 മാസമാക്കിയിട്ടാണ് ഇപ്പോൾ പൊതുവെ കർമ്മികൾ പോലും ആചരിക്കുന്നത്. ചാതുർമാസ്യം എന്ന് പേരുണ്ട്, പക്ഷേ ചാതുർമാസ്യം ഇല്ല, ചതുർപക്ഷങ്ങളേ ഉള്ളൂ എന്നുള്ള മട്ടാണ് ഇപ്പോൾ പൊതുവെ സമൂഹത്തിൽ. അത് തന്നെ ഇപ്പോൾ ആരാചരിക്കണേ? വളരെ ചുരുക്കം പേര് ഉണ്ട്. നിഷ്ഠയോടു കൂടി ചെയ്യുന്ന കുറച്ച് കർമ്മികളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പാടില്ല. ഇതൊന്നും ഇല്ലാണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ സാർവത്രികമായിട്ടില്ല എന്ന് പറയാം. അപ്പം നിത്യാഗ്നിഹോത്രം ചെയ്യുന്നു, പക്ഷെ ചാതുർമാസ്യ യജ്ഞങ്ങളെ ചെയ്യുന്നില്ല. ചാതുർമാസ്യത്തിന് വിഹിതങ്ങളായ വിശിഷ്ട യജ്ഞങ്ങളെ ചെയ്യുന്നില്ല. അനാഗ്രയണം, ആഗ്രയണങ്ങളെ ചെയ്യുന്നില്ല. ഋതുക്കളിൽ ചെയ്യേണ്ട യജ്ഞങ്ങളാണ്. പ്രത്യേകം ഋതുക്കളിൽ 6 ഋതുക്കളിലും പ്രത്യേകം ചെയ്യേണ്ട യജ്ഞങ്ങൾ, അതും ചെയ്യുന്നില്ല. അതിഥിവർജിതം, ദിവസവും അതിഥിയെ പൂജിക്കണം. അഥവാ അതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അതിഥിയെ പൂജിക്കണം, അതും ചെയ്യുന്നില്ല. കേമായിട്ട് അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട്, അതിൽ യാതൊരു മുടക്കവും ഇല്ല. പക്ഷെ ദർശം, പൗർണമാസം, ചാതുർമാസ്യം, അഗ്രായണം, അതിഥി പൂജ എന്നിവ ചെയ്യുന്നില്ല. അതുപോലെ അഹുതം, വേണ്ടതുപോലെ ഹോമിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. എല്ലാ യജ്ഞങ്ങളുടെയും മുന്നോടിയായിട്ട് എല്ലാ യാഗങ്ങളിലേക്കും നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ വൈശ്വദേവ വിധിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പിതൃതർപ്പണം ചെയ്ത് പൂർത്തിയാക്കി സകല പിതൃഗണങ്ങളെയും തർപ്പണം ചെയ്ത് അനന്തരം സകല ദേവഗണങ്ങളെയും അതിൻ്റെതായ മന്ത്രങ്ങളുണ്ട്, അതനുസരിച്ച് തർപ്പണം ചെയ്തിട്ടാണ് സകല ദേവഗണങ്ങളെയും അതിൻ്റെ വിധാനമനുസരിച്ച് വൈശ്വദേവ വിധി പ്രത്യേകം പഠിക്കാനുണ്ട്. ഇതൊക്കെ ഇന്ന് ധാരാളം പഠിപ്പിക്കുന്ന ആചാര്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ.
നമ്മൾ ഭാഗ്യമാണതൊക്കെ. ശരി, ഏതായാലും അങ്ങനെ വൈശ്വദേവ വിധിയും ചെയ്യുന്നില്ല, അത് വേണം. അങ്ങനെയാണ് അഗ്നിഹോത്രം ഹോമിക്കപ്പെടുന്നതെങ്കിൽ, അഗ്നിഹോത്രം കൃത്യമായി ചെയ്യുന്നുണ്ട്, പക്ഷേ അവശ്യം ചെയ്യേണ്ടുന്ന ഈ അനുബന്ധ കർമ്മങ്ങളെ ചെയ്യുന്നില്ല എങ്കിൽ എന്താ പറയണത്? ആസപ്തമാൻ തസ്യ ലോകാൻ ഹിനസ്തി, അവൻ്റെ 7 ലോകങ്ങളെയും നശിപ്പിക്കും. അവൻ്റെ 7 ലോകങ്ങളെ നശിപ്പിക്കും എന്നുള്ളതിന് ഒരർത്ഥം, ഒരു ഉപാസകൻ, ഒരു കർമ്മി താൻ ഇരിക്കുന്നിടത്തുനിന്ന് മുകളിലേക്ക് പോകാനാണ് ഇച്ഛിക്കുന്നത്, താഴോട്ട് പോകാൻ ഇച്ഛിക്കുന്നില്ല. ഇവിടെ മോക്ഷമൊന്നും ആരും പറഞ്ഞേക്കരുതേ, മോക്ഷമല്ല കർമ്മ വിഷയം. അപ്പം അങ്ങനെ വരുമ്പോൾ ഭൂഹു ഭുവഹ സുവഹ ഇത് നിത്യവും അനുസന്ധാനം ചെയ്യുന്നതാണ്. നിത്യവും ഗായത്രി പൂർവകമായി അനുസന്ധാനം ചെയ്യുന്നതാണ് ഭൂർഭുവ എന്നുള്ളത്, സുവഹ. അത് കഴിഞ്ഞാൽ മഹഃ ജനഃ തപഃ സത്യഃ, ഇതാണ് 7 ലോകങ്ങൾ. 7 ലോകങ്ങളെ നശിപ്പിക്കും. എന്നുവെച്ചാൽ മേപ്പെട്ടുള്ള ഉയർച്ച ഇല്ലയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഉള്ള ഈ ഭൂമി പോലും നശിച്ചു പോകും. അല്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറയും 3 തലമുറ മേപ്പെട്ടും 3 തലമുറ കീഴ്പ്പെട്ടും. നമ്മുടെ അമ്മ, അച്ഛൻ, അമ്മമ്മ, അച്ഛമ്മ, അച്ചച്ചൻ, അച്ഛമ്മ, പിന്നെ അവരുടെ അപ്പം മുത്തശ്ശന്മാർ, 3 ആയി. 3 തന്നെ കുറേ ആൾക്കാരായില്ലേ. പിന്നെ നമ്മുടെ മക്കള്, മക്കളെ മക്കള്, മക്കളെ മക്കളെ മക്കൾ, ഇത്രയും നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ പൊല്ലാപ്പാണല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്യാതിരിക്കാന്ന് പറഞ്ഞു, അത് പറ്റില്ല, ചെയ്യണം എന്ന് പറഞ്ഞു. ഇത്ര തലവേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ പിന്നെ ചെയ്യാത്തതല്ലേ നല്ലത്. അത് പറ്റില്ല, ചെയ്യണം. ഇതൊന്നും ഒരു ബാലിശഭാവത്തിൽ ഒരു വിധിയെയും ഒരു കർമ്മത്തെയും സമീപിക്കരുത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പല കർമ്മങ്ങളും അനുഷ്ഠിക്കുമ്പോൾ അതിന് വേണ്ട ഗൗരവം നൽകാതെ, അതിന് വേണ്ട ശ്രദ്ധയില്ലാതെ, അതിൻ്റെ അംഗങ്ങളെ വേണ്ടതുപോലെ പാലിക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അത് വയ്യ, അത്യപകടമാണ്. ഹോമെന്നും പറഞ്ഞ് ചെയ്യും, അതിന് അനുബന്ധമായിട്ടുള്ള ഒന്നും ചെയ്യില്ല. 7 ലോകം നശിച്ചു പോകുന്നവരാണ്. എന്നാ പിന്നെ ചെയ്യണ്ടെന്ന് വെച്ചാലോ? അത് പറ്റില്ലല്ലോ, ചെയ്യണമല്ലോ. ഏഴ് ലോകം എടുക്കുക, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ? നാം നേരത്തെ പറഞ്ഞ എടുത്തോളൂ. ഒരു അർത്ഥം മാത്രമല്ലല്ലോ പറഞ്ഞത്, ഇഷ്ടം പോലെ എടുക്കാമല്ലോ. ഇനി നമുക്ക് അങ്ങോട്ടുള്ള 7 തലമുറ എന്ന് എടുത്തോളൂ, അതും എടുക്കാം. മുമ്പോട്ട് എങ്ങനെയാണ് എടുക്കാമെന്ന് ചോദിച്ചാൽ എടുക്കാം. പിതൃക്കൾക്ക് പിതൃതർപ്പണം ചെയ്യേണ്ടതുണ്ട്. ശുദ്ധിയോടുകൂടി ചെയ്യുന്ന തർപ്പണമേ സാർത്ഥകമാകൂ. അശുദ്ധം ചെയ്ത കർമ്മം സാർത്ഥകമാവില്ല. അപ്പം ഇത് ചെയ്യാത്തത് കൊണ്ട് അശുദ്ധി വന്നു. ഭാവമാണ് അവിടെ മുഖ്യം. കർമ്മമാർഗം അത്ര എളുപ്പമുള്ളതല്ല. പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റുമോ? അതൊട്ടില്ലേനും. എന്നാൽ പിന്നെ ഇതൊക്കെ വിഷമാണെന്ന് വിചാരിച്ച് സന്യസിച്ചു കളയാം. ഒന്ന് വിഷമാണെന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നതല്ല സന്യാസം. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതെ,
ഇതിൽ നിത്യാഗ്നിഹോത്രം ചെയ്യുന്നവർ ഹോമിക്കുന്നുണ്ട്, പക്ഷേ അതിനോടനുബന്ധിച്ച് അഗ്നിഹോത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു 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 ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു വൈദികൻ ചെയ്യേണ്ടുന്ന മറ്റ് കർമ്മങ്ങളെ ചെയ്യുന്നില്ല എങ്കിൽ, ഇപ്പോൾ ഒരാൾ ദാനം വാങ്ങാമെന്ന് വിചാരിച്ചു, ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ പോവാം. ഒരാൾ ദാനം വാങ്ങുന്നു, ദക്ഷിണ വാങ്ങുന്നു. ദക്ഷിണ ചില്ലാനം കിട്ടുന്നതായതുകൊണ്ട് എല്ലാവർക്കും വലിയ സന്തോഷം ഉണ്ടാവും ദക്ഷിണ വാങ്ങാൻ. പക്ഷെ ദക്ഷിണ വാങ്ങുന്ന ഒരാൾക്ക് അതിനെ ദഹിപ്പിക്കാനുള്ള തപസ്സില്ലെങ്കിൽ എന്താവും? നശിച്ചു പോവും. നശിക്കുന്ന പറഞ്ഞാൽ നശിക്കും, യാതൊരു സംശയമില്ല. വാങ്ങുന്നവൻ, കൊടുക്കുന്നവനല്ല, വാങ്ങുന്നവൻ വാങ്ങുന്നവൻ. അപ്പം സാമാന്യ കർമ്മികളാണെങ്കിൽ ഒരു ദക്ഷിണ മേടിക്കുന്നുണ്ടെങ്കിൽ അന്നൊരു 1008 ഗായത്രി അധികം ജപിക്കും. കർമ്മികളാണെങ്കിൽ കിട്ടണം കേട്ട് പോരട്ടെ ലഭ്യം എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ചിന്തിക്കാത്ത ആൾക്കാർ അപകടത്തിൽപ്പെടും. ഗൃഹമടക്കം നശിക്കും, കുടുംബം നശിക്കും, കുലം നശിക്കും. ചിന്തിക്കുക. വലിയ ഉത്തരവാദിത്തമാണ് ദക്ഷിണ വാങ്ങാന്ന് പറഞ്ഞാൽ, ചെറിയ ഉത്തരവാദിത്തമല്ല. ഒരു പ്രതിഫലം വാങ്ങുന്നു നമ്മൾ, ഒരു ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്നില്ലെങ്കിലോ, ജോലി ചെയ്യാണ്ട് പ്രതിഫലം വാങ്ങിയാലോ മഹാപാപാണ്. അതുപോലെ തന്നെ ദക്ഷിണ ആരുടെ സൗന്ദര്യം കണ്ടിട്ട് കൊടുക്കണമല്ലല്ലോ, വേറെന്തോ ചിലത് കണ്ടിട്ടാണ് കൊടുക്കണത്. ആരെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചില്ലാനം വേറൊരാൾക്ക് കൊടുക്കുക. അപ്പോൾ വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ അയാൾ എന്തോ ഒരു മികവ് കണ്ടിട്ടാണ് കൊടുക്കുന്നത്. ആ മികവ് പുലർത്താൻ അയാൾക്ക് ബാധ്യതയുണ്ട്. ലളിതമാണ് ആശയം. അതുകൊണ്ട് ഒരാൾ ഗുരുനാഥനിൽ നിന്ന് ഗായത്രി സ്വീകരിച്ച് ഉപനയനം ചെയ്താൽ അയാൾക്ക് ഗായത്രി ചെയ്യാനും അഗ്നിഹോത്രം ചെയ്യാനുമുള്ള കർത്തവ്യമുണ്ട്. കുറച്ച് വിഷമാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിലപ്പോൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി വലിയ വേദാന്തവും പറയും, ഇതെല്ലാം മിഥ്യയല്ലേ, ഇതിലൊന്നും ഒരർത്ഥമില്ലല്ലോ, ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട്. കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കണം, കക്കൂസ് പോകണം, മൂത്രമൊഴിക്കണം, വെള്ളം കുടിക്കണം, അതിനൊന്നും ഒരു വേദാന്തവും ഇല്ല. എന്നാൽ പിന്നെ അതും ബ്രഹ്മാന്ന് പറഞ്ഞാൽ പോരെ. ഒക്കെ കണക്കാ. കയ്യിൽ വാങ്ങണോ, കയ്യിൽ വാങ്ങുന്നുണ്ടോ, പേഴ്സിൽ വാങ്ങുന്നുണ്ടോ, തളികയിൽ വാങ്ങുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. ഇനിയിപ്പോൾ അതൊന്നും അല്ല, QR കോഡ് വെച്ച് അക്കൗണ്ടിലേക്ക് അയച്ചോളൂ ദക്ഷിണ എന്ന് പറയുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ ഭീം ആപ്പിൽ കൂടെ അയച്ചോളൂ സ്വാമി ചിദാനന്ദപുരിക്ക് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് യാതൊരു കാര്യമില്ല. എല്ലാവരും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മഹിമ. ലോകത്തിൽ ഒരാളെങ്കിലും ഇപ്പോൾ സ്വാമി ചിദാനന്ദപുരി എന്ന് പറഞ്ഞു, വേറെ ആൾക്കാരുടെ പേര് പറയണ്ട, സ്വന്തം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞിട്ട് എത്ര തന്നെ ആൾക്കാർ കുറ്റം പറഞ്ഞാലും മഹാഭാവി, വർഗീയവാദി, ഹിന്ദു തീവ്രവാദി, ഇതൊന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാടുണ്ട്. ഒരു 4 കൊല്ലം മുമ്പ് കേരളത്തിലെ ഹിറ്റ് ലിസ്റ്റിൽ നമ്പർ 1 ആയിരുന്നു, കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റിൽ നമ്പർ 1 ആയിരുന്നു. ഇപ്പോഴതുണ്ടാവും ഉള്ളിൽ, പക്ഷെ 4 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു. ആരാണ് ആദ്യം കൊല്ലേണ്ടത്? ആദ്യം കൊല്ലേണ്ട ആൾക്കാരിൽ പെട്ടത് കുറച്ച് പേരുണ്ട്, സംഘത്തിൻ്റെ കുറച്ച് പേരുണ്ട്. സന്യാസിമാരുടെ കൂട്ടത്തിൽ നമ്പർ 1 സ്വാമി ചിദാനന്ദപുരിയാണ്. പക്ഷെ ഇതുവരെ കൊന്നിട്ടില്ല, 4 കൊല്ലമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷേ ബഹുമാനിക്കുന്ന, പൂജിക്കുന്ന, ആദരിക്കുന്ന 10,000 കണക്കിന് ആൾക്കാരുണ്ട്. ഈ 10,000 കണക്കിന് ആൾക്കാർ
ഈ ചിദാനന്ദപുരി എന്ന് പറഞ്ഞ സ്വാമി ചിദാനന്ദപുരി എന്ന് പറഞ്ഞ ആളെ ആദരിക്കുന്നതോ സ്നേഹിക്കുന്നതോ അയാളുടെ എന്തെങ്കിലും സൗന്ദര്യം കണ്ടിട്ടാ? ഒരിക്കലുമല്ല, മറ്റെന്തോ കണ്ടിട്ടാണ്. ചിലർ അയാൾ വേദാന്തം പഠിച്ചു എന്നുള്ളതുകൊണ്ടായിരിക്കാം, വേദാന്തം ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം. ചിലർ അയാൾ നല്ല സന്യാസിയാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവാം. മനസ്സിൽ നല്ലതാണ് ചീത്തയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയാണ് പറയണത്, അവരുടെ ദൃഷ്ടിയാണ്. അപ്പം അവരുടെ ആ ദൃഷ്ടിക്കനുസരിച്ചാണ് അവർ ആദരിക്കുന്നതും എന്തെങ്കിലും ദക്ഷിണ തരുന്നതും. ഈ ദക്ഷിണ ഉപയോഗിച്ചിട്ടാണ് ഒരു പ്രസ്ഥാനം തന്നെ നടക്കുന്നത്. ചിന്തിക്കുക. അപ്പോൾ എന്തിനെ കണ്ടിട്ടാണോ അവർ ആദരിക്കുന്നത് അത് നിലനിർത്തേണ്ട ബാധ്യത ആരുടേതാണ്? ഈ ചിദാനന്ദപുരി സ്വാമി എന്ന് പറഞ്ഞ വ്യക്തിയുടേതാണ്. അയാളത് നിലനിർത്തുന്നില്ലെങ്കിലോ? അത് ചിന്തിക്കുക. അപ്പോൾ ദോഷമാണ്. ഗുരുനാഥൻ ഗായത്രി തന്നിട്ട് ഒരു ചിഹ്നം ധരിപ്പിച്ചു, യജ്ഞോപവീതം, പൂണൂല് ധരിപ്പിച്ചു. ആ പൂണൂലിട്ട് നടക്കുന്ന കാലത്തോളം ബാധ്യതയുണ്ട്. സന്ധ്യയ്ക്ക് ഇന്ന മാതിരി സന്ധ്യാവന്ദനം മുടക്കില്ല, അഗ്നിഹോത്രം മുടക്കില്ല, പിതൃതർപ്പണം ദേവതാ തർപ്പണം മുടക്കില്ല, ഹോമം മുടക്കില്ല, സ്വാധ്യായം മുടക്കില്ല. മുടക്കിയാലോ പിന്നെ ഇതിട്ട് നടക്കുന്നത് അർത്ഥമില്ല. അത് താക്കോല് കെട്ടി തൂക്കാൻ ഉപയോഗിക്കാം. അത് മുഖ്യമാണ്. നമ്മൾ ഏതെങ്കിലും ജോലിക്ക് ജോയിൻ ചെയ്തു, ഒപ്പിട്ട് ജോലിക്ക് കയറി, അതിന് പ്രതിഫലം എത്ര എന്നുള്ളതല്ല, 1 രൂപയായാലും കൊള്ളാം, 50 പൈസ ആയാലും കൊള്ളാം. ആ ഉത്തരവാദിത്തം എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഏത് നിമിഷം എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഞാനതിന് ഒഴിവാകണം. വളരെ ലളിതമാണ്. അതുകൊണ്ട് നീ കർമ്മം ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു, അങ്ങനെയുള്ള നീ അഗ്നിഹോത്രം ചെയ്യുന്നു. പക്ഷേ ചെയ്യുന്ന ആൾ ആത്മബലത്തിനായിക്കൊണ്ട് ചെയ്യേണ്ടുന്ന മറ്റ് കർമ്മങ്ങളെ ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ 7 ലോകങ്ങളും നശിച്ചു പോകും. ഇല്ല, ചെയ്ത 7 തലമുറ രക്ഷപ്പെടില്ല. ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ്. ഇത് പൊല്ലാപ്പാണല്ലോ. ആര് പറഞ്ഞു ജനിക്കാൻ? നമ്മുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയല്ലേ ജനിച്ചത്. അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിലിരിപ്പോണ്ടല്ലല്ലോ നമ്മൾ ജനിച്ചത്. നമ്മളെ കയ്യിലിരിപ്പോണ്ടാണ് ആ അച്ഛനമ്മമാരുടെ സന്താനമായി നമ്മൾ പോയി ജനിച്ചത്. എന്താ അതൊരു വലിയ വിഷയമാണ്. പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ അതിശയോക്തി ഭാഷയുണ്ട്. അതുപോലെ പല സ്ഥലത്തും അർത്ഥവാദങ്ങൾ പറയും. അതേ മനുഷ്യനെ കൊണ്ട് സൽക്കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്തില്ലെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയും. അതുപോലെ ഉപനിഷത്ത് പറയുമോ എന്ന് ചോദിച്ചാൽ പറയില്ല എന്നൊന്നും പറയാൻ വയ്യ. നമ്മൾ ചിലപ്പോൾ അമ്മ മകനോട് പറയാറുണ്ട്, നിന്നെ ഞാൻ കൊന്നുകളയെന്നൊക്കെ പറയും. അമ്മ കൊല്ലുമോ മകനെ? ഇല്ലേ, നീ ഇത് ചെയ്തില്ല വെച്ചാൽ നിന്നെ ശരിപ്പെടുത്തുകയാണെന്ന് പറയും. എന്ത് ശരിപ്പെടുത്താൻ അമ്മ? ഒന്നും ശരിപ്പെടുത്തൂല. അതൊരു പറച്ചില്ല. അങ്ങനെ പറയില്ല എന്നൊന്നും പറയാൻ വയ്യ. കാരുണ്യം കൊണ്ട് അങ്ങനെയൊക്കെ പറയാം. അതൊരു ഒഴിഞ്ഞു മാറാനുള്ളൊരു ഒരു പ്രേരണ. ഏതായാലും മാറ്റി പറയാൻ നമുക്ക് സാധ്യമല്ല. ആ സപ്തമാൻ തസ്യ ലോകാൻ ഹിനസ്തി. അപ്പോൾ ഈ സപ്തമം എന്നുള്ളത് പലതരത്തിലെടുക്കാം. ഒന്ന് ഭൂഹു ഭുവഹ സുവഹ മഹഹ ജനഹ തപഹ സത്യഹ. എന്തുകൊണ്ട് താഴോട്ടുള്ള ലോകങ്ങൾ പറഞ്ഞില്ല? ഉപാസകൻ, കർമ്മി,
കർമ്മോപാസന ചെയ്തിട്ട് ഒരിക്കലും താഴോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗായത്രിയിൽ നമ്മൾ ഇരിക്കുന്നിടം തുടങ്ങി മുകളിലേക്ക് സങ്കല്പിക്കണത്. ഭൂഹു ഭുവഹ സുവഹ. 3 തള്ളി വിട്ടാൽ പിന്നെ 7ലേക്ക് എത്തിക്കോളും. ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് പ്രശ്നം. തള്ളി 3 എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് എത്താം. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ 7 പറഞ്ഞോളൂ. ഓം ഭൂഹു, ഓം ഭുവഹ, ഓം സുവഹ, ഓം മഹഹ, ഓം ജനഹ, ഓം തപഹ, ഓം സത്യഹ. ചില കർമ്മങ്ങളിൽ അതുകൊണ്ട് 7 വ്യാഹൃതി ഉച്ചരിച്ചിട്ട് കർമ്മം ചെയ്യുന്നുണ്ട്. ഭാഷ്യകാരൻ പറയുന്നുണ്ട്, ഭൂരാദയ സത്യാന്ത സപ്തലോകാഹ. ഭൂമി മുതൽ സത്യം വരെ ഉള്ള 7 ലോകങ്ങളും നശിച്ചു പോകും. അഥവാ പിണ്ഡദാനാദ്യ അനുഗ്രഹേണ വാ സമ്പദ്യമാനാഹ പിതൃപിതാമഹ പ്രപിതാമഹാഃ പുത്രപൗത്ര പ്രപൗത്രാഃ സ്വാത്മോപകാരാഃ സപ്തലോകാഃ. പിണ്ഡദാനത്തിലൂടെ അനുഗ്രഹം ഭുജിക്കുന്നവരായ പിതൃ, പിതാമഹ, പ്രപിതാമഹ, പുത്ര, പൗത്ര, പ്രപൗത്ര. 3 താഴോട്ടും 3 മേപ്പോട്ടും 7 ഒക്കെ നശിച്ചു പോവും. അതുകൊണ്ട് അത് കഷ്ടമാണ്, അങ്ങനെ സംഭവിക്കരുത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി ജീവിച്ചോളൂ. മനുഷ്യ ജീവിതം എന്നുള്ളത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. എതിർച്ച കിട്ടിയതല്ല നമുക്കിത്. നമുക്ക് ആർക്കും എതിർച്ച കിട്ടിയതല്ല മനുഷ്യദേഹം. വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കൊക്കെ മനുഷ്യജന്മം കിട്ടിയത്. അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഈ മനുഷ്യജന്മത്തെ സാർത്ഥകമായി നയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തോന്നിയോണം ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിക്കൂടെ എന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോളൂ, ഇങ്ങനെ ആയിക്കൂടെ എന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോളൂ. പക്ഷേ മനുഷ്യനായാൽ അത് പറ്റില്ല. അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? കാരണം മനുഷ്യനാവുമ്പോൾ ധർമ്മമാണല്ലോ മനുഷ്യൻ്റെ അടിസ്ഥാന പുരുഷാർത്ഥം. അപ്പം അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ചെയ്യേണ്ടത് ചെയ്തും ചെയ്യരുതാത്തത് ഒഴിവാക്കിയും ഒക്കെ തന്നെ നമ്മൾ ജീവിക്കേണ്ടതാണ്. ആ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഞാനത് ശ്രദ്ധിക്കാതെ ചെയ്തു പോയി എന്നൊന്നും പറഞ്ഞേക്കരുത്. മനുഷ്യനാകുമ്പോൾ നിയമത്തിൽ പോലും അങ്ങനെയാണ്. ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എസ്കേപ്പ് എന്ന് പറയാറുണ്ട്. അറിവില്ലായ്മ ഒരിക്കലും ഒഴിവുകഴിവല്ല. മര്യാദ എന്ന് പറഞ്ഞാൽ പരിധിയാണ്. മര്യാദ പരിധിയാണ്. പരിധി ലംഘിക്കാൻ പാടില്ല. ആ പരിധിക്കുള്ളിൽ ജീവിക്കണം. പരിധിക്കുള്ളിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യുക, ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുക. മനുഷ്യജീവിതം വലിയ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്ത ബോധം വയ്യാച്ചാ മനുഷ്യനാവേണ്ട ആവശ്യമുണ്ടല്ല. പറ്റിയ പൂച്ചയൊക്കെ ആയ കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്കില്ല. അവർക്കുണ്ട് ഉത്തരവാദിത്വം, ഇല്ലേ? പിന്നെ അയ്യോ അവരുടെ ഉത്തരവാദിത്ത ബോധം എന്താണ്? നമുക്ക് സങ്കടം വന്നു പോകും. ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ശരീരഭാഗം പകുതി കീറി വ്രണമായി പുഴുത്ത് എന്നിട്ടും അമ്മ കുട്ടിയെ സംരക്ഷിക്കണത് കണ്ടാൽ അതെ അത്ഭുതം വരും. മഹാത്ഭുതം. ഒരു നമ്മളെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ദുഃഖകരമായി ഓർമ്മിക്കുന്ന ഒരു സംഭവം പറയാം. വളരെ ദുഃഖകരമായിട്ട്. ഒരിക്കൽ ഒരാശ്രമം, സന്യാസാശ്രമമാണ്. ആ ആശ്രമത്തിന് ചുറ്റും മതിലുണ്ട്. അവിടുത്തെ സ്വാമിജി ആ മതിലിന് മുകളിൽ കുപ്പിച്ചില്ല് വെച്ചു. ഒരു ദിവസം ആ മതിൽ ചാടി പട്ടി അകത്തേക്ക് വന്നു. മതിൽ ചാടി പട്ടി പുറത്തേക്കും പോയി.
ഈ പോകുന്ന സമയത്ത് ഈ പട്ടിയുടെ കീഴ്ഭാഗം കുപ്പിച്ചില്ലായി. പ്രസവിച്ച പട്ടിയാണ്. ഒന്നാകെ അതിൻ്റെ മുലയുടെ ഭാഗങ്ങൾ മുഴുവൻ മുറിഞ്ഞ് വ്രണമായി. എത്രമാത്രം ആ പാവം വേദനിക്കുന്നുണ്ടാവും. ഇനിയാണ് പറയുന്നത്, ഈ മുറിഞ്ഞ മുലയോടുകൂടി, പഴുത്ത മുലയോടുകൂടി ഇരിക്കാൻ വയ്യ, അതിന് കിടക്കാൻ വയ്യ, പാതി ചെരിഞ്ഞ് തൻ്റെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന ഒരു രംഗം. അപ്പം പാതി ചെരിഞ്ഞ് നിന്നിട്ട് ആ വേദന മുഴുവൻ അനുഭവിച്ചിട്ട് തൻ്റെ കുഞ്ഞു മക്കൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന അമ്മ. അപ്പോൾ ഉത്തരവാദിത്തം മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് പറയരുത്, എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്. കോഴീനെ നോക്കൂ, കോഴീനെ 1000 ഉത്തരവാദിത്തം നമുക്കില്ല. കോഴിയൊക്കെ കുട്ടികളെ വളർത്തുന്നത് എത്ര ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ടാണ്. പൂച്ച കുട്ടികളെ വളർത്തുന്നത് എത്ര ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ടാണ്. എല്ലാവരും ഉണ്ട്. പക്ഷേ മനുഷ്യനെന്നുള്ള ജന്മം തന്നെ ഒരു ഉത്തരവാദിത്തമാണ്. അതാ പറഞ്ഞത്, മനുഷ്യ ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിരിക്കുക. ഇത് നമ്മൾ ഓർത്ത് അതിൻ്റെ ഗൗരവത്തിലാണോ ജീവിക്കണത്? ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഒരു വിഭാഗം മദ്യപാനവും മയക്കുമരുന്നും അതും ഇതുമായിട്ട് അങ്ങോട്ട് പോകും. വേറൊരു വിഭാഗം വേദാന്തം, അമ്പലം, സ്വാമി എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടും പോകും. രണ്ടും നശിച്ചതാണ്. കർത്തവ്യം ചെയ്യില്ല, അതാണ് പറഞ്ഞത്. ഈ സ്വാമി അത് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കൂല. വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മനുഷ്യജീവിതം എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിഞ്ഞില്ല വെച്ചാൽ നാശം വരും എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളേ? ആ അർത്ഥത്തിൽ ഇത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇതതുകൊണ്ട് ഉപനിഷത്താരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, പക്ഷേ ഇത് ഗൗരവം മനസ്സിലാക്കി ജീവിക്കാൻ പറയുന്നതാണ്. ഒന്നും കുട്ടിക്കളിയല്ല നമ്മുടെ ജീവിതത്തിൽ, ഒന്നും. വേണം. ധർമാചരണത്തിലൂടെ വേണം നമ്മൾ വേദാന്തത്തിൽ വരിക. ഇതൊക്കെ ധർമാചരണത്തിൻ്റെ ഭാഗമാണ്. ശരി.